ഞാൻ വരുന്നത് വരെ നീ അവിടുന്ന് എങ്ങോട്ടും പോവരുത്. ഇല്ല. ആ പിന്നെ അയാളുടെ അടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കുകയും ചെയ്യരുത്. ഇതെവിടെയാ ഈ സ്ഥലം? അത് നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് തിരിഞ്ഞ് ലെഫ്റ്റ് എടുക്കുമ്പോൾ 4ാമത്തെ കടയാ. ശരി, നീ വെച്ചോ. ശരി ചേച്ചി. മരിച്ചുപോയി എന്ന് കരുതിയ ഒരാളുടെ ഫോട്ടോ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഞാൻ പ്രിന്റ് ചെയ്ത് വെച്ച് പാർവതിയെ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നാ ഇപ്പൊ തോന്നുന്നത്. മരിച്ചുപോയി എന്ന് വിചാരിച്ച ആള് ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. പാർവതി അയാളെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതൊക്കെ പാർവതിക്ക് എങ്ങനെ സാധിക്കുന്നു? യഥാർത്ഥത്തിൽ അവൾക്ക് വല്ല ദിവ്യശക്തിയുണ്ടോ? ചേട്ടാ, ഇതിനെന്താ വില? അത് 150. 150. എത്ര മണിക്ക് കട അടയ്ക്കുന്നത്? ഒരു 10-10 അടയ്ക്കും. ഈ ചിപ്സൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ ഇവിടെ? അതെ. അല്ല, ഈ ചേച്ചി തോർക്കും. സാറിനെന്താ സാധനം വേണ്ടത്? അല്ല, നോക്കട്ടെ. ഇപ്പൊ ഈ നാട് മുഴുവൻ പറ്റിപ്പുകാരല്ലേ സാറേ? അല്ല, രാവിലെ ഏതോരുത്തം വിളിച്ചിട്ട് എനിക്ക് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് വാങ്ങണമെന്ന്. സമ്മാനമല്ലേ, വെറുതെ കളയണ്ടെന്ന് കരുതി ഞാൻ അത് പോയി വാങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പോയിരുന്നെങ്കിൽ എന്റെ ഉള്ള സമയം വേസ്റ്റായേനെ. ആ പാർവതി മാഡം വിളിച്ച് ഇതൊക്കെ കളിപ്പീര് സെറ്റപ്പാണെന്ന് പറഞ്ഞതുകൊണ്ട് അക്കടി പറ്റിയില്ല. ഇല്ലെങ്കിൽ പെട്രോൾ കാശ് പാഴായേനെ. ഈ മൊബൈലിൽ കൂടെ ആളുകളെ പറ്റിക്കാൻ കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും വിളിച്ച് ജയിലിലിടണം. പാർവതികളെ കണ്ടു സംസാരിച്ചു ഉറപ്പാ. മാഡം വീണ്ടും വന്നോ? മാഡം ഇനി ഇവിടെ വരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വരണം മാഡം. അല്ല, നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇതിനു മുമ്പ് പരിചയമുണ്ടോ? കൊള്ളാം. മാഡത്തെ മറക്കാൻ പറ്റൂ? അന്ന് ഇവിടെ വന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് ചില്ലറ ഇല്ലാത്തോണ്ട് 500 രൂപയും തന്നിട്ട് പോയ മാഡത്തെ ഞാൻ മറക്കൂ? മാഡത്തിന് ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട്. ഇപ്പൊ മാഡത്തിന് എന്താ വേണ്ടത്? അല്ല, എനിക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ നിങ്ങൾക്ക് അറിയോ? അറിയാം. എങ്ങനെ അറിയാം? അത് ആരോടും പറയരുതെന്നാ കൊച്ചു പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇപ്പൊ മാഡം എന്ന് ചോദിക്കുമ്പോ എങ്ങനെ പറയാതിരിക്കുന്നേ? അല്ല, ഈ കുട്ടിയുടെ ഫോട്ടോ മാഡത്തിന്റെ കയ്യില്? മാഡത്തിന്റെ ബന്ധുവല്ലതാണോ ഈ കുട്ടി? അതൊക്കെ പറയാം. ഇയാള് പറയാൻ വന്നതൊന്ന് കംപ്ലീറ്റ് ചെയ്യ. അത് മാഡം, ഈ കുട്ടിയുടെ അമ്മായിയമ്മ എന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ അവരുടെ ആദ്യ ഭർത്താവാണെന്ന് പറഞ്ഞ് എല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. പക്ഷേ ഈ കുട്ടിയുടെ അമ്മായിയമ്മ പറഞ്ഞതിൽ സംശയം തോന്നി. അമ്മായിയമ്മ പറഞ്ഞത് പ്രകാരം അമ്മായിയമ്മയുടെ ആദ്യ ഭർത്താവ്, അതായത് ഞാൻ, മരിച്ചുപോയെന്ന. പക്ഷെ ഈ പെങ്കൊച്ച് എന്നെ എവിടെയോ വെച്ച് കണ്ടു. സംഗതി പൊളിഞ്ഞു. അമ്മായിയമ്മ പറഞ്ഞത് കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പൊ ആ കുട്ടിക്ക് ഈ സത്യം അവരുടെ ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന്. ഇന്ന് രാവിലെ ഈ പെൺകുട്ടി ഇവരുടെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല. ഇതുവരെ അവരെ കണ്ടതുമില്ല. എടോ,
ഈ പെൺകുട്ടി പറഞ്ഞില്ലേ, അവളുടെ ആ അമ്മായിയമ്മ ഞാനാണ്. അയ്യോ, എന്റെ മരുമകളാണ് അവള്. ഇത്രയും നല്ല മേഡത്തെ കുറിച്ചാണോ ആ പെൺകൊച്ചു ഓരോന്ന് പറഞ്ഞത്? അതെ, അവൾക്ക് മാനസികമായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട്. ഇത് പുറത്തു പറയുന്നത് ഇത്തിരി വിഷമമുള്ള കാര്യമാണ്. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാനസിക പ്രശ്നമുള്ള കൊച്ചായിരുന്നു അത്? കണ്ടാ പറയില്ല കേട്ടോ. ഒട്ടും പറയില്ല. പക്ഷേ വാസ്തവം അതാണ്. അവൾക്ക് ഞങ്ങളൊക്കെ ശത്രുക്കളാണ്. എന്നെ അവളുടെ ഏറ്റവും വലിയ എതിരാളിയായിട്ടാ കാണുന്നത്. അതുകൊണ്ട് അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ദ്രോഹിക്കണം. അതിനുവേണ്ടി അവൾ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടും. ഒരുപാട് ബുദ്ധിമുട്ടുകള് ഇതേപോലെ അവൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ മോനും അതറിയാം അല്ലടാ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സുഖമില്ലാത്ത കുട്ടിയായി പോയില്ലേ. ഡോക്ടർമാരൊന്നും കാണിച്ചില്ലേ മാഡം? കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. ധാരാളം ട്രീറ്റ്മെന്റും നടത്തിയതാ. പക്ഷേ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ആ ദേ, ഇപ്പൊ അവൾ എങ്ങനെയോ നിങ്ങളെ കണ്ടെത്തി എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. ചേടാ, മാഡം ഇപ്പൊ ഇവിടെ വന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിലേ ആകെ വിഷമിക്കുമായിരുന്നല്ലോ. അവൾ എനിക്കെതിരെ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നി അന്വേഷിച്ചപ്പോഴാ അവള് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത വിവരം മനസ്സിലായത്. ആ ഏതായാലും ഇനി അവള് വന്ന് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കരുത് കേട്ടോ. ഫോൺ ചെയ്താൽ എടുക്കുകയും ചെയ്യരുത്. അവൾ ഇനി ഇങ്ങോട്ട് വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. അഥവാ വന്നാൽ അപ്പൊ തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയണം. പറയാം മാഡം. ഞാൻ അപ്പോഴേ വിചാരിച്ചു, ജീവനോടിരിക്കുന്ന എൻ്റെ ഫോട്ടോ ആരെങ്കിലും ഇങ്ങനൊരു കാര്യത്തിന് ഉപയോഗിക്കുമെന്ന്. മാഡം സമാധാനമായിട്ടിരിക്കുക. ഞാനിനി ആ കൊച്ചു വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അഥവാ വന്നാൽ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഉറപ്പായി മാഡത്തെ അറിയിക്കുകയും ചെയ്യാം. ഏതായാലും ആ കുട്ടിക്ക് പെട്ടെന്ന് സുഖമാവട്ടെ. മാഡത്തിൻ്റെ ഫോൺ നമ്പറും തരൂ. നമ്പർ കൊടു. ഓക്കെ മാഡം. ശരി. ഓ ആ ശരി എന്നാ. ശരി. വാ. ചേച്ചി ചേച്ചി എത്ര സമർത്ഥമായ പാർവതി ഒരു മനോരോഗിയാണെന്ന് അയാളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേ. ഇനിയവൻ ഏതായാലും ചേച്ചിക്കെതിരെ വാ തുറക്കില്ല. ഇല്ലെങ്കിതേ ഇവന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ലക്ഷങ്ങൾ വേണ്ടി വന്നാനെ. പ്രതാപ, ഇയാളിപ്പം ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെങ്കിലും ഇവൻ ഈ കടയിലിരിക്കുന്നത് നമുക്കത്ര പന്തിയല്ല. അവളേതായാലും ഇയാളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്ത് ഇയാളെ ഇവിടുന്ന് ഒഴിപ്പിക്കണം. ഇതെന്തായാലും ഞാൻ നോക്കിക്കോളാം ചേച്ചി. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ഗാർഗി, വിശാലിനും പാർവതിക്കും ആരതി ഒഴിഞ്ഞോളൂ. കണ്ണേറ് ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ. ഏട്ടാ അകത്തേക്ക് പോ. അകത്തേക്ക് പോകാൻ പറഞ്ഞേ. ഏട്ടാ ഏട്ടന് നടക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഏയ് അത്ര വലിയ പ്രയാസമൊന്നുമില്ല. കഷ്ടിച്ച് നടക്കാം. എടാ
ഓഫീസിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഏട്ടനില്ലാത്ത കുറവറിയിക്കാതെ എല്ലാം ഞാൻ കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രണ്ടാളെ രക്ഷപ്പെട്ടല്ലോ. മഹാഭാഗ്യായിപ്പോയി. വിശാല് രക്ഷപ്പെട്ടതേ ഒരു മെഡിക്കൽ മിറാക്കിൾ ആണെന്നാ ഡോക്ടർമാര് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല, മോനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ദേ ഈ കാണുന്ന മുറിവുകൾ മാത്രമേ ഉള്ളൂ ആൻറ്റി, വേറെ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് കരുതി നാളെ തന്നെ ഓഫീസിലേക്ക് പോവാൻ നിൽക്കണ്ട. പിന്നെ വിശാലിനെ അത്യാവശ്യമായിട്ട് നോക്കാനുള്ള എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിലേ അതിവിടെ വീട്ടിലെത്തിക്കാൻ മാനേജറോട് പറയണം. അതെല്ലാം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാച്ചാ. ആ ആ പിന്നെ അതുമാത്രമല്ല, ഇവർക്കുണ്ടായ ആക്സിഡന്റിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണം എവിടെ വരെ എത്തിയെന്നും നീ അന്വേഷിക്കണം. പോലീസ് അന്വേഷണമൊക്കെ വേണോ അച്ഛാ? ഹ, പിന്നെ വേണ്ടേ? അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ അതോ ഒരു പ്ലാൻഡ് ആക്സിഡന്റ് ആയിരുന്നോ എന്ന് നമുക്കറിയണ്ടേ? പ്ലാൻ ചെയ്ത് നടത്തിയതാണെങ്കിലേ അത് ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെയും വെറുതെ വിടാൻ പാടില്ല. അവരെ എല്ലാവരെയും പോലീസിനെ കൊണ്ട് പിടികൂടി ശിക്ഷിപ്പിക്കണം. ഗോപിയേട്ടാ, ചിലപ്പോ ഇത് അവരുടെ സമയദോഷം കൊണ്ട് സംഭവിച്ചതോ ആയിരിക്കില്ലേ? അതെ, അമ്മ പറഞ്ഞതാ ശരി. ഇത് എന്റെ സമയദോഷം കൊണ്ട് സംഭവിച്ചതായിരിക്കും. ഞാൻ ശ്രദ്ധിച്ച് ഓടിക്കണമായിരുന്നു. അങ്ങനെ സമയദോഷം എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ വിശാൽ സർ. ഇതെന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ പോലീസിനെ കൊണ്ട് കാര്യമായിട്ട് തന്നെ ഒന്ന് അന്വേഷിക്കണം. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണെങ്കിൽ അതിന് പിന്നിൽ ആരായാലും അവരെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതെ, അത് തന്നെയാ വേണ്ടത്. ലക്ഷ്മിപുരത്ത് വെച്ച് പാർവതിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു. ദാ, ഇപ്പൊ ഇങ്ങനൊരു അപകടവും. ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉള്ളത് പോലെയാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അന്വേഷിക്കണം. അതെ, അന്വേഷണമൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇപ്പോ പാർവതി, വിശാലിനെ അകത്ത് കൊണ്ടുപോയി കിടത്ത്. എടാ, നിനക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ഇവനെ ഇവിടെ അധികം നിർത്തണ്ട. പാർവതി, വിശാലിനെ റൂമിലേക്ക് കൊണ്ടുപോയി. സർ വാ. ചെല്ലണ മോനെ. സർ പതുക്കെ. വാ.
ഉം. പാർവതി, ഞാൻ തന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്നെക്കുറിച്ചോ? എന്നെക്കുറിച്ച് എന്താ ചിന്തിച്ചേ? പാർവതി, താൻ എന്നെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നേ, എനിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നേ. സാർ, സാറിനെ എത്ര സ്നേഹിച്ചാലും എനിക്ക് മതി വരില്ല. അതിനുവേണ്ടി ഇനിയും ജന്മങ്ങൾ തരണേന്നോ ഉദയന്നൂരമ്മയോട് ഞാൻ സദാ പ്രാർത്ഥിക്കാറുള്ളത്. പിന്നെ സാറിന് വേണ്ടി ഞാൻ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് ഒരു കഷ്ടപ്പാടേ അല്ല. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് സാർ. ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മമാണിത്. എന്താ സാർ, സാറിൻ്റെ കണ്ണിൽ ഒരു നനവ്? ഈ അപകടത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ താൻ... ദയവേത് അങ്ങനെയൊന്നും പറയില്ലേ സാർ. അത് എനിക്ക് താങ്ങാൻ പറ്റില്ല. സാറിന് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഒരബദ്ധം വരില്ല. എല്ലാ ആപത്തിൽ നിന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉദയന്നൂരമ്മ സാറിനെ രക്ഷിക്കും. അമ്മ എന്നും സാറിന് തുണയായിട്ടുണ്ടായിരിക്കും. സാറ് സമാധാനായിട്ടിരിക്കുക. ഒന്നുകൊണ്ടും സാറിന്റെ മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല. എന്റെ മനസ്സിന് ഇപ്പൊ തീരെ സമാധാനമില്ലടോ. താൻ ആ തീപിടുത്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പോ മറ്റൊരു ആക്സിഡന്റ്. എല്ലാം കൂടി ചേർത്ത് ചിന്തിക്കുമ്പോ നമുക്ക് ചുറ്റിനും നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഒരു തോന്നൽ. ആരൊക്കെയോ കരുതിക്കൂട്ടി നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഒരു ചിന്ത. നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ വളരെ ദൂരത്തൊന്നുമല്ല. അവർ നമ്മുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെയാ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. ഇത് മറ്റാരും അല്ല വിശാൽ സർ. നിങ്ങൾ സ്വന്തം അമ്മയെ പോലെ കണ്ട് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രഭാവതി അമ്മയാണ്. അവരാണ് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പാർവതി, നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കേട്ടു സർ. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് തനിക്ക് എന്ത് തോന്നി? സാറിന്റെ ഈ സംശയം എനിക്കും ഉണ്ട് സർ. ആരായിരിക്കും നമ്മുടെ അരികിൽ മറഞ്ഞിരിക്കുന്ന ആ ശത്രു? ഏതായാലും ഇനി ചുറ്റിനും ഒരു ജാഗ്രത വേണം. ശത്രു ആരാണെന്ന് കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താം സർ. ഏതായാലും ഇപ്പൊ ഇതൊന്നും ചിന്തിച്ച് കൂടുതൽ അസ്വസ്ഥപ്പെടണ്ട. ആദ്യം ഈ മുറിവൊക്കെ ഒന്ന് ഭേദാവട്ടെ. പാർവതി, ആ ഗാർഗി, ഏതായാലും നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. പുറത്തേക്കൊന്നും പോണ്ട. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങളെ ഫുഡ് കഴിക്കും. ബ്രോ, പെട്ടെന്ന് ഉഷാറായി വരണം കേട്ടോ. ഇതൊക്കെ വേഗം മാറും. ഞാൻ പ്രാർത്ഥിക്കാം. പാർവതി, നീ ബ്രോയ്ക്ക് ഫുഡ് എടുത്തു കൊടുക്ക്. ഞാൻ ഒന്ന് ചെല്ലട്ടെ. ശരി. എന്നാ നമുക്ക് കഴിച്ചാലോ?
വിശാൽ സർ. ഈ സുകുമാരൻ സാർ ഇത് എവിടെയാ? ഇതെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ.